ആദ്യം തന്നെ ഒരു ക്ഷമ ചോദിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ വീഡിയോസും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഇന്ത്യൻ ഫുട്ബോൾ ന്യൂസും കാര്യങ്ങളൊക്കെ ഇപ്പം നിലവിൽ വന്നിട്ടുണ്ട്. ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ചുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ ഇപ്പം നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഞാൻ വീഡിയോ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. വിട്ടുപോയതല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ വയനാട് നടന്നിട്ടുണ്ടായിരുന്ന ദുരന്തം ആ ഒരു പക്ഷാതലത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും അതിലൊക്കെ കുറച്ച് തിരക്കിലായിപ്പോയി. പക്ഷേ വിവരങ്ങളൊക്കെ ഞാൻ കറക്റ്റായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഫുട്ബോളിൽ നടക്കുന്ന എല്ലാ വിവരങ്ങളും. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്തിട്ടും ഉണ്ടായിരുന്നു. പക്ഷേ ഏതായാലും വയനാടിന് വേണ്ടി നമ്മളെല്ലാവരും പ്രവർത്തിക്കുക, നമ്മളെ കഴിയുന്നത് എന്തും അതും നമ്മൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ ന്യൂസ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സാഡായിട്ടുള്ള ന്യൂസ് തന്നെയാണ് എന്ന് പറയണം. കാരണം നമുക്കറിയാം, ഹൈദരാബാദ് FC എന്ന് പറയുന്ന ടീം ISL ചാമ്പ്യന്മാരായിട്ടുള്ള ടീമാണ്. അതായത് പൂനെ FC പകരമായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു ടീമായിരുന്നു ഹൈദരാബാദ് FC. ആ ഒരു ടീം ഇപ്പോൾ ISL നിന്ന് തന്നെ പുറത്താകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ഇപ്പോഴത്തെ പോക്ക് എന്ന് പറഞ്ഞാൽ വളരെയധികം പരിതാപകരത്തിലാണ്. അവർക്കിപ്പോൾ കറൻലി നോക്കുകയാണെങ്കിൽ ഒരു ഫോറിൻ പ്ലെയർ പോലും ഇപ്പോൾ അവരുടെ ടീമിൽ കളിക്കാനില്ല എന്നുള്ളതാണ്. പിന്നെ ഡൂറൻഡ് കപ്പിൽ നിന്ന് ഇപ്പോൾ പുറത്ത് വരുന്ന വിവരം എന്ന് പറയുന്നത് 18 പേരുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യാനുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ടീമിനെ അവർ അവിടെ അലോ ചെയ്യും. പക്ഷേ അവർക്ക് 18 പേര് പോലും ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാനില്ല എന്നുള്ള സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ ഹൈദരാബാദ് FC പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡൂറൻഡ് കപ്പ് അവരെ പുറത്താക്കിയിട്ടുണ്ട് എന്നുള്ള പറഞ്ഞ ന്യൂസും കാര്യങ്ങളൊക്കെ പോക്കിലേക്കാണ് പോകുന്നതെങ്കിൽ ഹൈദരാബാദ് FC തകർന്നു പോകുക എന്നുള്ളതാണ്. അവർക്ക് പറ്റിയിട്ടുള്ള മെയിനായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞത് അവർക്ക് കൃത്യമായിട്ടുള്ള സ്പോൺസേഴ്സിനെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ISL ചാമ്പ്യന്മാരായിട്ടുള്ള ഒരു ടീമിന് പോലും കൃത്യമായിട്ടുള്ള സ്പോൺസർഷിപ്പ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞത് അത് വളരെയധികം പരിതാപകരം തന്നെയാണ്. അവരെ മാനേജ്മെൻറ്റ് കൃത്യമായിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്യാത്തതിൻ്റെ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു കാര്യം സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഈ ഒരു ഗതി ഒരു ക്ലബിനും വെറുതെ എന്നാണ് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു ക്ലബ്ബ് ISL ചാമ്പ്യന്മാരായിട്ടുള്ള ക്ലബിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ പറഞ്ഞത്. കഴിഞ്ഞ സീസണിൽ നമുക്കറിയാം, അവർക്ക് നിരവധി ബാനുണ്ട്, 10ഓളം ബാനുണ്ട്. പുതിയ ഫോറിൻ പ്ലേയേഴ്സിനെ സൈൻ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് പ്ലേയേഴ്സിന് സാലറി കൊടുക്കാനുണ്ട്, അതൊന്നും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നിലവിലിപ്പോൾ അവർക്ക് 10ഓളം ബാനുകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഏതായാലും ഒരു പുതിയ സ്പോൺസർമാരും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും പ്രയാസമാണ് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞ കാര്യം. മിക്കവാറും ഈ ഒരു ക്ലബിനെ ഒഴിവാക്കാനാണ് ചാൻസ്. ഇനി അതിന് പകരം ആ ഒരു സ്ലോട്ടിലേക്ക് ഇപ്പോൾ നിലവിലുള്ള ഏതെങ്കിലും പുതിയൊരു ടീമിനെ കൊണ്ടുവരാനാണ് ചാൻസ്. എനിക്ക് തോന്നുന്നത് FC കാശി ആയിരിക്കും ആ ഒരു സ്ലോട്ടിലേക്ക് വരാൻ ചാൻസ് ഉള്ളത് എന്നുള്ളതാണ്. ഏതായാലും കണ്ടറിയേണ്ടി വരും അവരുടെ ഗതി എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത്. പിന്നെ അടുത്തൊരു ന്യൂസ് എന്ന് പറഞ്ഞത് ഈ ഒരു ന്യൂസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു സന്തോഷം ഉണ്ടാകുന്ന ന്യൂസ്. കാരണം നമ്മൾ കേരള സൂപ്പർ ലീഗ് എന്ന് പറഞ്ഞ ഒരു ലീഗ് ഇപ്പോൾ തുടങ്ങാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിലെനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയിട്ട് മലപ്പുറത്തിൻ്റെ കാര്യം. മലപ്പുറം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അനൗൺസ് ചെയ്ത സമയത്ത് ഞങ്ങൾ സ്വന്തമായിട്ട് ഒരു സ്റ്റേഡിയം ഉണ്ടാക്കും, ഗ്രൗണ്ട് ഉണ്ടാക്കും എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവർ 17 ഏക്കർ സ്ഥലം ഇപ്പോൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതൊരു ബിഗ് ന്യൂസ് തന്നെയാണ്. അവർ പറയുന്ന കാര്യം പാലിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവർ കൃത്യമായ പ്ലാനിങ്ങിലാണ് വരുന്നത്. അത് ജൂനിയർ ലെവൽ മുതൽ എല്ലാ കാറ്റഗറി ജൂനിയർ ലെവൽ മുതൽ അവർ പണി തുടങ്ങുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടാണ് അവർ വരുന്നത് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു കൊല്ലം തന്നെ സ്റ്റേഡിയം പണിയോ എന്നുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതിപ്പോൾ തൽക്കാലത്തേക്ക് അവർ സ്ഥലം വാങ്ങി വെച്ചിട്ട് പിന്നെ പണം ഉണ്ടാകുന്ന സമയത്തും കാര്യങ്ങളൊക്കെ പതുക്കെ ഡെവലപ്പാക്കി വരാനായിരിക്കും ചാൻസ്. പക്ഷേ അവർ സ്ഥലം വാങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ അത് തന്നെ വലിയൊരു ബിഗ് ന്യൂസാണ് എന്നുള്ളതാണ്. മലപ്പുറത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ മികച്ച പ്ലേയേഴ്സിനെയും അതുപോലെ തന്നെ മികച്ച കോച്ചിനെയൊക്കെ അവർ സൈനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ പുതിയ സൈനിങ്ങൾ വരുന്നുണ്ട്, ആരെ കാണുന്നുള്ള അറിയാൻ സാധിച്ചില്ല. അനസരത്തൊളിക ഓൾറെഡി ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം കോച്ചിൻ്റെ കാര്യം, ലെജൻഡറി കോച്ച് തന്നെയാണ് അവർക്ക് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് പോകുന്നത്. ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ച് ഇതൊരു ബിഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇനി ഇന്ത്യൻ ഫുട്ബോൾ ടീം എന്തെങ്കിലും ഒരു വേൾഡ് കപ്പ് കളിക്കുന്ന സമയത്ത് അതിൽ മലപ്പുറത്ത് നിന്നുള്ള പ്ലേസ്, മലപ്പുറം FCൻ്റെ സ്ഥാനത്തിൽ നിന്നുള്ളൊരു പ്ലേസ് എന്തെന്നാലും ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനത്തെ പണി തന്നെയാണ് തുടങ്ങുന്നത്. ജൂനിയർ ലെവൽ മുതൽ കാറ്റഗറിയിൽ ഇങ്ങനെ പണിത് വരുന്നുണ്ട് എന്നുള്ളതാണ് അവർ അറിയാൻ സാധിച്ചിട്ടുള്ള. ആ ഒരു രീതിയിൽ തന്നെയാണ് അവർ പ്ലാനിങ്ങും നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഏതായാലും അത്തരത്തിലുള്ള ക്ലബ്ബുകളും കാര്യങ്ങളൊക്കെ നിലവിൽ വരണം. എന്നിരുന്നാൽ മാത്രമേ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീം വളരും. ജൂനിയർ ലെവൽ മുതൽ പണി തുടങ്ങണം. ഇപ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മളെ റിലയൻസ് കപ്പിൽ നമ്മളെ പഞ്ചാബ് FCൻ്റെ റിസർവ് അണ്ടർ 20 ടീം നമ്മളെ
ഒരു യൂറോപ്യൻ ടീമിനെ പരാജയപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ വളരെ വലിയൊരു ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ച് ഇതൊക്കെ ഒരു ബിഗ് ജമ്പായി മാറും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരുപാട് നല്ല നല്ല ജൂനിയർ ലെവലുള്ള ടൂർണമെൻറ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല ഒരു രീതിയിലേക്ക് പോകും എന്നുള്ളത് തന്നെയാണ്. ഇനിയും ഒരുപാട് ടൂർണമെൻറ്റും കാര്യങ്ങളൊക്കെ വരണം, എന്നിരുന്നാൽ മാത്രമേ ഇന്ത്യൻ ഫുട്ബോൾ ടീം ഉയരങ്ങളിലേക്ക് എത്തുകയുള്ളൂ.